നിങ്ങൾ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചാനലുകളുടെ മുകളിലായിട്ട് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ടിക്ക്. സോ ഈ ബ്ലാക്ക് ടിക്കിനെ മോണിറ്റൈസേഷൻ ടിക്ക് എന്നാണ് പറയുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം എനിക്കറിയാം, പക്ഷേ അതിൻ്റെ കണ്ടന്റ് അതല്ല. യൂട്യൂബ് ഇത് ഏത് ചാനലൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ചാനൽ മോണിറ്റൈസ് ആയി ഏത് ചാനലിലാണ് പണം കിട്ടുന്നത് ആ ചാനലുകൾക്കാണ് യൂട്യൂബ് ഈ ബ്ലാക്ക് ടിക്ക് കൊടുക്കുന്നത്. പക്ഷേ ചില ചാനലുകൾ ഈ ടിക്ക് നിങ്ങൾ കാണാൻ സാധ്യതയില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കാണുന്ന ചാനലുകളിൽ നിന്നും ആ ബ്ലാക്ക് ടിക്ക് ഇല്ല. ഇതിലൊരു ചാനൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് 14 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നിട്ടും ചാനലിൽ വീണിട്ടില്ല, ബ്ലാക്ക് ടിക്ക് വന്നിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ചാനലിൽ മോണിറ്റൈസ് ആവും, ഇതിന് പണം കിട്ടുമോ, പണമൊന്നും കിട്ടുന്നില്ല, പിന്നെ എന്തെങ്കിലും വീഡിയോ ഇടുന്ന അങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ ഡൗട്ടും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദിസ് വീഡിയോ വി ഡിസ്കസിങ് അബൌട്ട് ദീസ്. ഓക്കെ, ഈ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് ഈ ടിക്ക് എങ്ങനെ കിട്ടുന്നതെന്നും ഈ ടിക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്തെന്നും ഈ ടിക്ക് കിട്ടാത്ത ചാനലുകളുടെ ഏണിങ്സും നമ്മൾ ഇന്നത് സംസാരിക്കുന്നുണ്ട്. വിത്ത് പ്രൂഫായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ ആദ്യത്തത് ഈ ടിക്ക് എങ്ങനെ കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ടും പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാനത് പറഞ്ഞുതരാം. ഡീപ്പായിട്ട് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് യൂട്യൂബിന് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അതായത് YT സ്റ്റുഡിയോസ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാൻ പറ്റും. അതായത് ഇതാണ്, അതായത് 3000 വാച്ച് അവേഴ്സും 500 സബ്സ്ക്രൈബേഴ്സും ഇവർ പറയുന്ന ടൈമിൽ പൂർത്തീകരിച്ചാൽ നമ്മുടെ ചാനലിന് ബ്ലാക്ക് ടിക്ക് വീഴുന്നതായിരിക്കും. ബ്ലാക്ക് ടിക്ക് ഇപ്പോൾ അങ്ങനെ കിട്ടണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് ധാരണയായി എന്ന് എനിക്ക് തോന്നുന്നു. സോ ബ്ലാക്ക് ടിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ വേറെ രീതിയൊന്നുമില്ല ബ്ലാക്ക് ടിക്ക് കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഈ രീതി തന്നെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ ടിക്ക് കിട്ടാത്തതിൻ്റെ കാരണം അതെന്താണെന്ന് സംസാരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് കുറേ യൂട്യൂബേഴ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അവർ പറഞ്ഞ തെറ്റൊന്നുമല്ല, എന്നാലും യഥാർത്ഥമായ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അതൊന്ന് ലോ ചാനൽ ക്വാളിറ്റി, പിന്നെ 100% ഒറിജിനൽ കണ്ടൻറ്റ് നിർമ്മിക്കുക, പിന്നെ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കൂട്ടുക. ഇതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യമായ ലോ ചാനൽ ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചാനലിൻ്റെ പ്രശ്നമല്ല, ഒരിക്കലും നിങ്ങളുടെ ചാനലിൻ്റെ പ്രശ്നമല്ല വീഡിയോ വൈറലാകാണ്ടിരിക്കാനുള്ള കാരണം. അത് നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റീനെ ബാധകമായിരിക്കും. അത് ഞാൻ പറയാം. ഒരു ക്വാളിറ്റിയുള്ള വീഡിയോ ഇവിടെ ഉണ്ട്, പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ഉണ്ട്. ഇതിലേത് വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക? ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെയല്ലേ. ഇതാണ് അവിടെ വരുന്ന മെയിനായിട്ടുള്ള പ്രശ്നം. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യമായ ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് AI-ൻ്റെ ഉപകാരത്തോടെയാണ് എല്ലാവരും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ AI-ൻ്റെ ഉപകാരത്തോടെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ അത് മോണിറ്റൈസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ AI വോയിസ് ഓവേഴ്സും അതും കുറേ പേര് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. പക്ഷേ അതിനൊന്നും യൂട്യൂബ് വെറുതെ മോണിറ്റൈസ് ചെയ്ത് അതിനൊന്നും മോണിറ്റൈസേഷൻ ടിക്ക് കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി AI-ൻ്റെ ഉപകാരം നമുക്ക് പിടിയിട്ട് മനസ്സിലായി. ഇനി ബൂസ്റ്റ് വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സ് നാച്ചുറലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറേ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ്. വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനില്ല, 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും കൂട്ടാനാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് കൂട്ടണമെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ ക്വാളിറ്റിയാണ് കൂട്ടേണ്ടത്. സാച്ചുറേഷനും കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ അത് നിങ്ങളുടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ടിക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ കണ്ടൻറ്റായി മോണിറ്റൈസേഷൻ ടിക്ക് കിട്ടാത്ത ചാനലുകളുടെ ഏണിങ്സ്. ഈ ഏണിങ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഏണിങ്സ് ലൈഫ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ചുമ്മാ പറയുന്നതൊന്നുമല്ല. ഈ കാണുന്ന ചാനലിൻ്റെ ഏണിങ്സ് ആണ് ഞാൻ കാണിക്കാൻ വന്നത്. ഇതിന് 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നിട്ട് മോണിറ്റൈസേഷൻ ടിക്ക് വീണിട്ടില്ല. ഇതാണ് എൻ്റെ ഏണിങ്സ് വരുന്നത്. ഇതിന് C ഗ്രേഡാണ് തന്നിരിക്കുന്നത്. ഇതിന് മാസം ഏകദേശം $72 തൊട്ട് $1200 വരെയാണ് മാസം കിട്ടുന്നത്. പിന്നെ വർഷം $69,000 തൊട്ട് $1.1 മില്യൺ വരെ അവന് കിട്ടുന്നുണ്ട്. സോ ഇനി ബ്ലാക്ക് ടിക്ക് വീണില്ലെങ്കിലും ചാനൽ മോണിറ്റൈസ് ആയി അതിൽ നിന്ന് പണം കിട്ടുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ചെറിയ വീഡിയോ എന്ന് എനിക്കറിയാം, 3 മിനിറ്റത്തോളം ആകെ ഉള്ളൂ. അത് കാര്യമാക്കണ്ട, അടുത്ത തൊട്ട് നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. ഇത്രയും വീഡിയോ കണ്ടതിന് നന്ദി. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കുക. കാരണം യൂട്യൂബുമായി ബന്ധപ്പെട്ട കുറേ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ കിട്ടുന്നതിന് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത്